Okay, students, നമുക്ക് exercise 3.3 ലുള്ള second question discussion ലോട്ട് കടക്കാം. അപ്പോൾ question ഇതാണ്, prove that 2 sin square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3 equal to 3 by 2. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പ്രൂവ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുപാട് ടേം ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ടേം എവിടെയാണുള്ളത് ആ ടേം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 2 sin square pi by 6 plus cosec square 7 pi by 6 cos square pi by 3 equal to 3 by 2 എന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 2 sin square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3. ആൻസർ എടുത്തു. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ടോട്ടൽ അനലൈസ് ചെയ്യാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ ആണെന്നുള്ള കാര്യം ഓരോ ടേമിലും മനസ്സിലാക്കി വെക്കാം. സൈൻ സ്ക്വയറിന്റെ സൈൻ പൈ ബൈ 6ന്റെ ഫോർമുല അറിയാം. കോസ് പൈ ബൈ 3 ദാറ്റ് ഈക്വൽ ടു 60 30 ഡിഗ്രി. പക്ഷെ കൊസീക്ക് നമുക്കറിയാം, പക്ഷെ ഈ 7 പൈ ബൈ 6ന് ഫോർമുല അറിയില്ല. അപ്പൊ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ട് ഏതാണ് ഉള്ളത് നോക്കാം. അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ആ ആൻസറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ കൊസീക്ക് സ്ക്വയർ 7 പൈ ബൈ 6 ആണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ എളുപ്പമാണ്. സോ കൊസീക്ക് സ്ക്വയർ 7 പൈ ബൈ 6 ഈക്വൽ ടു, ഇതിന് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നു. കൊസീക്ക് സ്ക്വയർ ഹോൾ സ്ക്വയർ എഴുതാം. കൊസീക്ക് 7 പൈ ബൈ 6 ഹോൾ സ്ക്വയർ എഴുതാം. കൊസീക്ക് സ്ക്വയർ എന്ന് പറയുന്നതും കൊസീക്ക് 7 പൈ ബൈ 6 ഹോൾ സ്ക്വയറിനും ഈക്വൽ ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് കൊസീക്ക് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു പറയുമ്പോൾ 7 ഒഴിവാക്കിയിട്ട് പൈ ബൈ 6 എന്ന് എഴുതുന്നു. ഇവിടെ പ്ലസും വരാം മൈനസ് വരാം. ഇവിടെ പൈനെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതണം. അപ്പൊ പൈ എഴുതുവാണെങ്കിൽ 6 പൈ, അപ്പൊ പൈ എഴുതാം. അപ്പം 6 പൈ ഒന്ന് ആഡ് ചെയ്താൽ 7 പൈ, അപ്പൊ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പൈ പ്ലസ് 5 ബൈ 6 ആണ് 7 പൈ ബൈ 6 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ക്വാഡ്രന്റ് നോക്കാം. എവിടെ 180 പ്ലസ് 5 ബൈ 6, 180 പ്ലസ് 30 ഡിഗ്രി ആകുമ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ കൊസീക്കിന്റെ സൈൻ മൈനസ് ആണ്. പിന്നെ മൈനസ് ആണ്, പൈ വന്നതുകൊണ്ട് പൈനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കൊസീക്ക് തന്നെ. കൊസീക്ക് 5 ബൈ 6 ടു മൈനസ് കൊസീക്കിന്റെ വാല്യൂ അറിയില്ല, അപ്പം സൈൻ 5 ബൈ 6 എന്ന് എടുക്കുന്നു. നമുക്ക് അറിയാത്ത ഇങ്ങനെ എഴുതാം. മൈനസ് 1 ബൈ സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. സോ ഇത് നോമറേറ്ററിൽ ജമ്പ് ചെയ്യും. സോ -2 ആണ് ഇതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഇത്രയും വർക്ക് ഇവിടെ നടത്താനുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഏതാണോ അൺനോൺ ആയിട്ട് വരുന്നത് അതൊന്ന് സൈഡിൽ എഴുതിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇവിടെ എല്ലാത്തിലും ഓരോ സ്ക്വയർ ഉണ്ട്, ആ കാര്യം മനസ്സിലാക്കി. നമ്മൾ ഇതിന്റെ അകത്താണ് നമ്മൾ ചെയ്തത്. അപ്പൊ ലാസ്റ്റ് നമ്മളത് സ്ക്വയർ ചെയ്താൽ മതി. കിട്ടുന്ന വാല്യൂന ലാസ്റ്റ് സ്ക്വയർ എല്ലാം ഇതിന്റെ അകത്താണ് പ്രോസസ് നടക്കുന്നത്. ഇതിന്റെ അകത്താണ് ഹോൾ സ്ക്വയർ. ഇത് ലാസ്റ്റ് സ്ക്വയർ എടുത്താലും മതി, ആദ്യം എടുക്കണമെന്നില്ല. ഈക്വൽ ടു പോസിറ്റീവ് 2 ആയി മാറും. അപ്പൊ ലാസ്റ്റ് സമയത്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ക്വയർ എഴുതി പോണ്ട. ഇനി ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടി. ആ വാല്യൂ നമുക്ക് ഇനി അവിടെ ഡയറക്റ്റ് കൊടുക്കാം. ഇനി LHS ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ സൈൻ 30 അറിയണം. 30 എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. അപ്പൊ അതിനൊരു സ്ക്വയർ ചെയ്യാം. പ്ലസ് കൊസീക്ക് സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 4 ആണ്. പ്രോഡക്റ്റ് കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് വരുമ്പോൾ 60 ആണ്. 60 എന്ന് വരുമ്പോൾ 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. 1 ബൈ 2 ഹോൾ സ്ക്വയർ. ഈ രീതിയിലുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എഴുതി പോയാൽ മതി, നമ്മൾ ആൻസറിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ഇനി സാധാരണ ആൾജിബ്രയ്ക്ക് കൊടുക്കുകയാണ്. ഇത് സ്ക്വയർ 4 ആയി മാറി, പ്ലസ് ഇത് 4 ആയി മാറി. സോ ഇത് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ബൈ 2 പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ബൈ 2 ഈക്വൽ ടു 3 ബൈ 2 ഈക്വൽ ടു RHS.
നമുക്ക് കിട്ടുന്നുണ്ട്. RHS കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കണ്ടീഷൻ ഒരു അൺനോൺ വരുമ്പോൾ അത് സെപ്പറേറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എഴുതാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് തേർഡ് പ്രോബ്ലത്തിലോട്ടാണ് കടക്കേണ്ടത്. തേർഡ് പ്രോബ്ലം ഇത് നോക്കാം. തേർഡും ഇതേ സിമിലായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Prove that cot square pi by 6 plus cosec, okay, വീണ്ടും cosec വന്നിട്ടുണ്ട്, അത് അൺനോൺ ആണ്, പ്ലസ് 3 tan square pi by 6 equal to 6 എന്ന് കിട്ടണം. 6 ആണ് കിട്ടുന്നത്. ഓക്കെ, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കൂടുതൽ ടൈം. കോട്ടിന്റെ വാല്യൂ അറിയാം, ടാന്റെ വാല്യൂ അറിയാം, പക്ഷെ ഇതാണ് അൺനോൺ. അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കൊസീക് പൈ ബൈ 6 പ്ലസ് 3 ഇൻറ്റു ടാൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് എഴുതുന്നു. അപ്പൊ ഇതിൽ അൺനോൺ ആയിട്ട് വരുന്നത് അത് മാത്രം ചെയ്യാം. കൊസീക് പൈ ബൈ 6 വെറും കൊസീക് ഇല്ല, സ്ക്വയർ ഇല്ല. അപ്പൊ കൊസീക് പൈ ബൈ 6 മാത്രം അവിടെ വരുന്നുള്ളൂ. അവിടെ നമുക്ക് പ്രശ്നം വരുന്നില്ല. അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. കൊസീക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പൈ ബൈ 6 എന്ന് എഴുതുന്നു, 5 ഒഴിവാക്കിയിട്ട്. ഇവിടെ പ്ലസ് മൈനസ് വരാം, ഇവിടെ പൈന് മൾട്ടിപ്പിൾ ആണ്. അപ്പം ഇവിടെ പൈ എഴുതി കഴിഞ്ഞാൽ 6 പൈ, അപ്പം മൈനസ് എഴുതാം. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പൈ മൈനസ് ആകുമ്പോൾ 5 പൈ, പ്ലസ് ആകുമ്പോൾ അത് എന്തായി മാറും? 7 പൈ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോൺട്രാക്ട് നോക്കാം. 180 30 കുറഞ്ഞു, അപ്പൊ ഇവിടെ ഇത് ലൈസിൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിക്കിന്റെ സൈൻ പോസിറ്റീവ് ആണ്. പൈന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ കൊസീക് തന്നെ പൈ ബൈ 6 30 ഡിഗ്രി. അപ്പൊ കൊസീക് അറിയാത്തതുകൊണ്ട് എന്തൊക്കെയാ മതി? 1 ബൈ സൈൻ പൈ ബൈ 6 ആക്കി മാറ്റാം. അപ്പൊ 1 ബൈ സൈൻ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 ബൈ 2 ആണ്. 2 മേലോട്ട് ജമ്പ് ചെയ്യാം. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. 2 എന്ന് ആൻസർ കിട്ടും. ഇനി therefore LHS ഈക്വൽ ടു കോട്ട് സ്ക്വയർ എന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ടാൻ സ്ക്വയർ എഴുതിയാൽ മതി. പ്ലസ് ഇതിന്റെ വാല്യൂ കിട്ടി 2 എന്ന് കിട്ടി. 3 ഇൻറ്റു ടാൻ സ്ക്വയർ പൈ ബൈ 6ന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ടാൻ സ്ക്വയർ പൈ ബൈ 30 ഡിഗ്രി ആണ്. അപ്പോൾ 1 ബൈ √3 ഹോൾ സ്ക്വയർ ആണ്. ഇതും 30 ഡിഗ്രി ആണ്. 1 ബൈ √3 ഹോൾ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു 1 ബൈ 3 നമുക്കെല്ലാം ഒന്നിച്ച് സിംപ്ലിഫൈ ചെയ്യാം. ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ 1 ബൈ 3 എന്ന് വരും. പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു 1 ബൈ 3 എന്ന് വരും. സോ ഇത് ക്യാൻസൽ ചെയ്യും. സോ 3 മേലോട്ട് ജമ്പ് ചെയ്യും. 3 പ്ലസ് 2 പ്ലസ് 1 ഈക്വൽ ടു 6. നമുക്ക് RHS ആൻസർ ആയിട്ട് വരും. സിമിലർലി ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Prove that 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 equal to 10 എന്ന രീതിയിൽ ആൻസർ വരണം. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് 10 ആൻസർ കിട്ടണം. സൈൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 3 pi by സൈൻ അറിയാം, പക്ഷേ 3 pi by 4 അറിയില്ല. ഇത് ഓക്കെ ആണ്. സീക്കിനെ കോസ് ആക്കിയാൽ മതി, കിട്ടും. അപ്പൊ ഇവിടെ അൺനോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ 3 pi by 4 പ്ലസ് 2 കോസ് സ്ക്വയർ pi by 4 പ്ലസ് 2 സീക്ക് സ്ക്വയർ pi by 3 ആണ്. അപ്പൊ ഇവിടെ ഒരു ബുദ്ധിമുട്ടായ കേസ് ഇതാണ്, സൈൻ സ്ക്വയർ 3 pi by 4. അപ്പം ആദ്യം സൈൻ കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനെ സ്ക്വയർ എടുത്താൽ മതി. അതുകൊണ്ട് ആദ്യം സ്ക്വയർ ഇട്ടിട്ട് പോകണ്ട. 3 pi by 4 പിന്നെ ലാസ്റ്റ് അതിന് സ്ക്വയർ എടുത്താൽ പറയാം. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3 ഒഴിവാക്കിയിട്ട് ആദ്യം pi by 4 എഴുതുന്നു. ഇവിടെ പ്ലസ് മൈനസ് വരാം. ഇവിടെ പൈ എഴുതുന്നു. ഇപ്പോൾ 4 pi എന്ന് കിട്ടുന്നു. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ചെയ്ത് കിട്ടും. ഓക്കെ, പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 5 pi ആയി മാറും. അപ്പൊ അതിന്റെ വാല്യൂ റിഡക്ഷൻ ഫോർമുലയാണ്. അപ്പോൾ 180 45 പറഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാർട്ടർ. സെക്കൻഡ് ക്വാർട്ടർ സൈനിന്റെ സൈൻ പോസിറ്റീവ് ആണ്. പൈന്റെ മൾട്ടിപ്ലൈ വരുമ്പോൾ സൈൻ തന്നെ pi by 4 ഇട്ടാണ്. pi by 4 എന്ന് പറയുമ്പോൾ 1 by √2. ഓക്കെ, therefore LHS equal to എല്ലാം കൂടി എഴുതുന്നത് LHS equal to
2 ഇൻറ്റു 1/√, സ്ക്വയർ ആകുമ്പോൾ അവിടെ സ്ക്വയർ ചെയ്യുന്നു. അടുത്ത് 2 ഇൻറ്റു കോസ് 5/4 എന്ന് പറയുമ്പോൾ അതും 1/√2 ആണ്, അവിടെ നിന്ന് സ്ക്വയർ ചെയ്യണം, അത് മറക്കരുത്. 2 ഇൻറ്റു മറ്റേ നമുക്കറിയില്ല, അപ്പോൾ അതെങ്ങനെ കോസ് സ്ക്വയർ 5/3 എന്ന് എഴുതാം. അപ്പം 2 ഇൻറ്റു സ്ക്വയർ ചെയ്യുമ്പോൾ 2i മാറി, പ്ലസ് 2 ഇൻറ്റു സ്ക്വയർ ചെയ്യുമ്പോൾ 2i മാറി, ഓക്കെ 2i മാറി, പ്ലസ് 2 ഇൻറ്റു 1 കോസ് സ്ക്വയർ 5/3 എന്ന് വരുമ്പോൾ 60 ഡിഗ്രി, 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, 2 ക്യാൻസൽ ചെയ്തു, 1 പ്ലസ് 2 ക്യാൻസൽ ചെയ്തു, 1 പ്ലസ് 2 ഡിവൈഡ് ബൈ 1/2 എന്ന് വരും. സോ ദാറ്റ് ഈക്വൽ ടു 1/2 ഹോൾ സ്ക്വയർ ആണ്. അത് അവിടെ തന്നെ ഹോൾ സ്ക്വയർ എഴുതിയാലും മതി. 1/2 വേണ്ട, ഹോൾ സ്ക്വയർ ആകുമ്പോൾ 1/4 ആയി മാറും. 4 മേലോട്ട് ചെല്ലി 1 പ്ലസ് 2 ഇൻറ്റു 4 equal to 1 plus 1 plus 8 that equal to 10 that equal to RHS. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസർ വളരെ ഭംഗിയായി കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിനെ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പ്രോബബ്ലി മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലം നമുക്ക് LHS തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. റെയർ ആയിട്ടുള്ള പ്രോബ്ലം, അതായത് 1% മാത്രമേ RHS സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടാത്ത വാല്യൂസ് ഏതാണെന്ന് നോക്കാം, അത് സെപ്പറേറ്റ് എഴുതി ചെയ്യാം. സ്ക്വയർ പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് കിട്ടുന്ന വാല്യൂലും ഒന്ന് സ്ക്വയർ എടുത്താൽ മതി, അത്ര അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എല്ലാം നമ്മൾ റിഡക്ഷൻ ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ട്രിഗണോമെട്രിക് കോർഡിനേറ്റ് നോക്കിക്കൊണ്ട് അതിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഓക്കെ.